ഹലോ ഗൈസ്, ഇതെങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുന്നല്ലേ. ഇന്ന് ഡോക്ടർ ചെക്കപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്ന് ചെറിയ ചേച്ചിയുടെ വീട്ടിൽ വിരുന്നുണ്ട്. കല്യാണ സമയത്ത് ചേച്ചി നാട്ടിലില്ലാത്തതിനെ കൊണ്ട് തന്നെ അവൾ ഇപ്പോഴാണ് ഞങ്ങളെ വിരുന്ന് വിളിക്കുന്നത്. അവൾ നാട്ടിൽ വന്നപ്പോൾ കണ്ണേട്ടനും ഇല്ലായിരുന്നു. ഞങ്ങൾ പോകുന്ന സമയത്താണെങ്കിലോ നല്ല മഴയായിരുന്നു. പോകുന്ന വഴിക്കൊന്ന് എണ്ണ അടിക്കാൻ കയറി. ചേച്ചിയുടെ വീട് ഭയങ്കര കിളിനക്കോടാണ്, അപ്പോൾ അവിടെ എത്തണ്ടേ, അതുകൊണ്ട് വേഗം പോയി. അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഫുള്ള് മലകളും ഇതൊക്കെയാണ്, അതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആണ് കാണാൻ. അങ്ങനെ അവളുടെ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോഴും അവളും അമ്മയൊക്കെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് സിറ്റ് ഔട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു ചായ എടുക്കാം, ചായ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞാൽ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞു. വേഗം വിശക്കണോണ്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അവൾ മന്തി അതുപോലെ തന്നെ അൽഫാമും പെരി പെരി അൽഫാമും മട്ടനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു കാച്ചി നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോൾ 1:45 സമയം. അതുകൊണ്ട് തന്നെ വേഗം കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഓൾ പറഞ്ഞു ഇത് കണ്ണാപ്പി വളർത്തുന്ന മീനാണെന്ന് പറഞ്ഞു. എന്നും ഇത് കണ്ടിട്ടാണ് അവൻ ഫുഡ് കഴിക്കലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി മുകളിലേക്ക് പോയി. അവിടെ കണ്ട ഊഞ്ഞാലയിൽ കുറച്ച് നേരം ഇരുന്ന് ആടി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് 4 മണിയായപ്പോൾ ഡോക്ടറെ കാണിക്കാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ ബുക്ക് ചെയ്തതായിരുന്നു ഡോക്ടർ. അപ്പോൾ 4:30 എത്താനാണ് പറഞ്ഞത്. അപ്പോൾ ഇറങ്ങിയപ്പോഴാണ് ചാമ്പക്കയുടെ മരം കണ്ടത്. അപ്പോൾ അവൾ പറഞ്ഞു അനക്കത് ഇഷ്ടമാണല്ലോ അല്ലേ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞാൻ അതിന് കുറച്ച് പൂവൊക്കെ എടുത്തു. അതിൻ്റെ പൂ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് നേരെ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ ഗൈസ് എൻ്റെ നാട്ടിലെത്തി വേങ്ങര. 7ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങുള്ളതുകൊണ്ട് തന്നെ വീട്ടിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ പിന്നെ ബുക്ക് ചെയ്തുകൊണ്ട് വേഗം കാണിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ റിസപ്ഷനിലെത്തി. ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അവർ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഒരുപാട് സന്തോഷമാണ്, ഏട്ടൻ്റെ കൂടെ ഫസ്റ്റ് ടൈമാണ് ചെക്കപ്പിന് വരുന്നത്. അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അച്ഛനെ ഒന്ന് കണ്ടു. അച്ഛൻ ഓട്ടോ വരിയിലായിരുന്നു, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റില്ല, വേഗം പോന്നു. പിന്നെ പോരുന്ന വഴിക്ക് ഞങ്ങളിന്ന് കോട്ടക്കുന്ന് കയറി. എനിക്ക് എന്തോ കോട്ടക്കുന്ന് പോകാൻ ഭയങ്കര ആഗ്രഹം. ഏട്ടനാണെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണെന്ന് പറഞ്ഞു കോട്ടക്കുന്ന്. എന്നാലും സാരല്ല പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു പോപ്കോണും ഏട്ടനൊരു ഐസ്ക്രീമും വാങ്ങി. ഞാൻ വാങ്ങിച്ച പോപ്കോൺ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു, ഒരു തണുത്തൊക്കെ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ്റെ ഐസ്ക്രീമും ഞാൻ കഴിച്ചു. എന്നാലും സാരമില്ല, രണ്ടും ഞാൻ കഴിച്ചു. കുറച്ചേരം നടന്നപ്പോഴേക്ക് ഞാനാകെ ക്ഷീണിച്ചു. ഞാൻ പറഞ്ഞു ഇനി വീട്ടിലേക്ക് പോകാറുണ്ട്. അങ്ങനെ ഏട്ടൻ പറഞ്ഞാൽ വേഗം പോരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. പോരുന്ന വഴിക്ക് 2 ഇളനീര് വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ ഇത്രയുള്ളൂ, ബൈ.